ഓക്കെ, സോ ഹായ് എവരിവൺ, വെൽക്കം ടു ACB അക്കാഡമി. ACB അക്കാഡമിയുടെ നമ്മുടെ പുതിയ വീക്കിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന വീക്കിലി കറണ്ട് അഫയേഴ്സ് കാണുക തന്നെ വേണം. അപ്പോൾ അതിനകത്തൂടെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ഈ പറയുന്ന ഈ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ, നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ എല്ലാം തന്നെ ഒരു ചുരുക്കമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വീക്കിലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ മുഴുവനായിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും ശ്രമിക്കുക. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ. നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. പ്രധാനമായിട്ട് ഇത് MCQ ടൈപ്പായിട്ടാണ് ചോദ്യങ്ങൾ പോകുന്നത്. ചോദ്യങ്ങൾ എഴുതിയെടുക്കാനും അതേപോലെ തന്നെ അതിൻ്റെ നോട്ടുകൾ ഇപ്പറയും തയ്യാറാക്കാൻ നിങ്ങൾ എന്തെങ്കിലും കൂടെ തന്നെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര യോഗാ ദിനം അല്ലേ? അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം എന്തായിരുന്നു എന്നുള്ളതാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം എന്താണെന്നുള്ളതാണ്. ഇപ്പം അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ, അല്ലെങ്കിൽ യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നുള്ളതാണ് അല്ലേ? യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ തീം എന്ന് പറയുന്നത് അല്ലേ? ഈ പറയുന്ന അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുന്നത് ജൂൺ 21. അപ്പോൾ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നുള്ളതാണ് അല്ലേ? അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യോഗാസന ചാമ്പ്യൻഷിപ്പ് അല്ലേ? ഈ യോഗാസന ഒരു ചാമ്പ്യൻഷിപ്പ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന രീതിയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാമ്പ്യൻഷിപ്പിൽ ഈ പറയുന്ന ഇന്ത്യ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വിജയിച്ചിട്ടും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അതുകൂടാതെ തന്നെ ഈ പറയുന്ന യോഗാസന ചാമ്പ്യൻഷിപ്പ് നടന്നത് നമ്മുടെ ഈ പറയുന്ന രീതിയിൽ ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു അല്ലേ? എവിടെ വെച്ചാണ്? ഈ പറയുന്ന രീതിയിൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്റർനാഷണൽ യോഗ ഡേയുടെ വെന്യൂ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഈ പറയുന്ന ഇന്റർനാഷണൽ യോഗ ഡേയുടെ വെന്യൂ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? അത് ഈ പറയുന്ന രീതിയിൽ കൊൽക്കട്ടയായിരുന്നു അല്ലേ? എവിടെയാണത്? കൊൽക്കട്ടയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത നമ്മുടെ ചോദ്യം നോക്കാം. കേരള ഭരണം ഈ പറയുന്ന ഇത് VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നാണെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഈ പറയുന്ന രീതിയിൽ കേരള ബഡ്ജറ്റ് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആദ്യം പറയുന്ന രീതിയിൽ VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നാണെന്നുള്ളതായിരുന്നു അല്ലേ? അപ്പൊ കേരള ഭരണവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം എന്ന് പറയുന്നത്. കേരള ഭരണവുമായി ബന്ധപ്പെട്ട് VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നാണെന്നുള്ളതാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റാണ്. അത് അവതരിപ്പിച്ചത് എന്നാണ്. ഈ പറഞ്ഞ രീതി 2026 ജൂൺ 19 എന്ത് ചെയ്യുന്നത്, ആ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ? അടുത്തത് സോഷ്യൽ മീഡിയ നിരോധനം ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. 2026 ജൂൺ 15 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പൂർണ്ണമായി നിരോധിച്ച ഗൾഫ് രാജ്യം ഏതാണെന്നുള്ളതാണ്. ഏതാണ് ഗൾഫ് രാജ്യം? UAE ആണ് ആ രാജ്യം എന്ന് പറയുന്നത്. എന്താണ്? UAE ആണ് ആ രാജ്യം എന്ന് പറയുന്നത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ എന്തായിരിക്കും അവിടെ? സോഷ്യൽ മീഡിയ ബാൻ ആയിരിക്കും എന്നുള്ളതാണ്. കൂടാതെ തന്നെ നമ്മുടെ ഓസ്ട്രേലിയയിൽ ഈ പറഞ്ഞ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ കുട്ടികൾക്ക് എന്താണ് സോഷ്യൽ മീഡിയ ബാൻ എന്ത് ചെയ്തിരുന്നു, നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അന്ത്യ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അന്ത്യ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഉത്തരമായിട്ട് വരുന്നത് UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. എന്ത് ചെയ്തു? 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം എന്ത് ചെയ്ത് ഏർപ്പെടുത്തി. അടുത്തത് ലോകകപ്പ് റെക്കോർഡുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം എന്ന് പറയുന്നത്. ഫുട്ബോൾ ചരിത്രത്തില് 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ പുരുഷ താരം എന്ന ചരിത്രം നേട്ടം സ്വന്തമാക്കിയത് ആരാണെന്നുള്ളതാണ്. ആരാണത്? ലയണൽ മെസ്സിയാണ് അല്ലെ? അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന ലയണൽ മെസ്സിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇത്തരത്തിലൊരു നേട്ടം എന്ത് ചെയ്തത് കൈവരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഫുട്ബോൾ ചരിത്രത്തിൽ വെച്ചിട്ട് 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ പുരുഷ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണത്? ലയണൽ മെസ്സിയാണ്. അടുത്തത് പരിസ്ഥിതി വൈവിധ്യവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കർണാടകയിലെ കാളി കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ ഫോറസ്റ്റർ മോത്ത് അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ഫോറസ്റ്റർ നിശാശലഭം ഏതാണെന്നുള്ളതാണ്. അതിന്റെ പേരാണ് മൈമ്യൂസീമിയ കാളി എന്ന് പറയുന്നത്. എന്താണ് ഈ പറയുന്നത്? മൈമ്യൂസീമിയ കാളി എന്ന് പറയുന്ന ഒരു ചിത്രശലഭം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മോത്താണെന്ന് പറയുന്നത് ഈ പറയുന്ന മൈമ്യൂസീമിയ കാളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഇതിൽ പരിസ്ഥിതി വൈവിധ്യമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് ചോദ്യം എന്ന് പറയുന്നത്? കർണാടകയിലെ കാളി കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ശാസ്ത്രജ്ഞർ പുതുതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന എന്താണ് ചോദിച്ചിരിക്കുന്നത്, മോത്ത് ഏതാണെന്നുള്ളതായിരുന്നു. അതിന്റെ പേരാണ് മൈമ്യൂസീമിയ കാളി എന്ന് പറയുന്നത്. എന്താണ് മൈമ്യൂസീമിയ കാളി എന്ന് പറയുന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞു എങ്ങനെ ആലോചിക്കണം ഈ പറയും മൈമ്യൂസീമിയ കാളി എന്നുള്ള പേര് എങ്ങനെ ഓർത്തിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ കർണാടക വഴിയല്ലേ ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്താണ് കാടുകളിലൂടെയൊക്കെ കയറി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ മുകളിലേക്ക് അതായത് നമ്മുടെ ഈ പറയുന്ന മൈസൂർ വഴിയാണ് നമ്മൾ ഈ കർണാടക പോകുന്നതെന്ന് ആലോചിച്ചാൽ മതി. മൈസൂർ വഴിയാണ് നമ്മൾ കർണാടകയിൽ പോകുന്നത്. അപ്പൊ മൈസൂർ വഴി കർണാടകയിൽ പോകുന്നത്, അതായത് മൈ മ്യൂസീമിയ കാളി എന്നുള്ള പേര് എന്തോ ബന്ധപ്പെട്ടിരിക്കുന്നു, കർണാടകയിലെ കാളി കടുവ സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജൂണിലെ പോലീസ് പുനഃസംഘടന ബന്ധപ്പെട്ടാണ് ചോദ്യം എന്ന് പറയുന്നത്. കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. 2026 ജൂണിലെ പോലീസ് പുനഃസംഘടനാ പ്രകാരം കേരളത്തിന്റെ പുതിയ ഇന്റലിജൻസ് ചീഫായിട്ട്, അതായത് ഇന്റലിജൻസ് മേധാവിയായിട്ട് ചുമതലയേറ്റത് ആരാണ് ചുമതലയേറ്റത്? ദിനേന്ദ്ര കശ്യപാണ് എന്ത് ചെയ്യുന്നത് ചുമതലയേറ്റിട്ടുണ്ടായിരുന്നത്. ആരാണ്? IB-യുടെ ചുമതല ഇപ്പൊ ആരാണ്? അതായത് ഇന്റലിജൻസ് ചീഫ് എന്ന് പറയുന്ന ആരാണ്? ഈ പറയുന്ന രീതിയിൽ ദിനേന്ദ്ര കശ്യപാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ DGP ആരാന്ന് ചോദിച്ചാൽ ആരാണ്? റവാഡ ചന്ദ്രശേഖർ ആണ്. ആരെന്ന് പറയുന്നത് റവാഡ ചന്ദ്രശേഖർ ആണ്, അല്ലെ? റവാഡ ചന്ദ്രശേഖർ ആണെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ DGP എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അടുത്തത് അന്താരാഷ്ട്ര ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഡിഫൻസ് സബ്മിറ്റുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഓക്കെ, ഈ പറയുന്ന ഡിഫൻസ് സബ്മിറ്റുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. 10ാമത് തായ്ലൻഡ് ഇന്ത്യ പ്രതിരോധ ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്നുള്ളതായിരുന്നു. അപ്പൊ ഡിഫൻസ് സബ്മിറ്റുമായിട്ടാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. തായ്ലൻഡ് ഇന്ത്യ ഡിഫൻസ് ഡയലോഗിന്റെ വേദി എവിടെയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ തായ്ലൻഡ് ഇന്ത്യ, അപ്പൊ തായ്ലൻഡ് വെച്ചായിരിക്കുമല്ലോ നടക്കുക. അതായത് തായ്ലൻഡിന്റെ എവിടെയായിട്ട് വരും? ബാങ്കോക്കിലായിട്ട് വരും അല്ലേ? എവിടെയായിട്ട് വരും? ബാങ്കോക്കിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന തായ്ലൻഡ് ഇന്ത്യ ഡിഫൻസ് ഡയലോഗ് അതിന് വേദിയായിട്ട് ഉണ്ടായിരുന്നത്. എവിടെയാണ്? ഈ പറഞ്ഞ രീതിയിൽ തായ്ലൻഡിലെ എവിടെയാണ്? ബാങ്കോക്കിലാണെന്നുള്ളതാണ്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ചായിരുന്നു അല്ലെ? അടുത്തത് ആണവോർജം എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടാണ്, ന്യൂക്ലിയർ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഡിസൈൻ കേന്ദ്രമായിട്ടുണ്ടായിരുന്ന കൊഡീന് സ്ഥാപിക്കുന്നത് എവിടെയാണെന്നുള്ളത്. കൊഡീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്നത് സെന്റർ ഓഫ് ഡിസൈൻ എക്സലൻസ് ഇൻ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് കൊഡീൻ എന്ന് പറയുന്നത്. എന്താണ്? സെന്റർ ഓഫ് ഡിസൈൻ എക്സലൻസ് ഇൻ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് കൊഡീൻ എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ആണവോർജ്ജ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പറയുന്ന ന്യൂക്ലിയർ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൊഡീൻ എന്ന് പറയുന്ന സ്ഥാപനം എന്ത് ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പൊ എവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? NIT ഹൈദരാബാദിലാണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത്. എവിടെയാണ് വന്നത്? NIT ഹൈദരാബാദിലാണ് എന്ത് ചെയ്യുന്നത് കൊഡീൻ എന്ന് പറയുന്ന സ്ഥാപനം എന്ത് ചെയ്യുന്നത് സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓർത്തിരിക്കുക, ഈ പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തന്നെ ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ ഒരു ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി വരുന്നത് എവിടെയാണ് വരുന്നത്? ഉത്തർപ്രദേശിലാണ് വരുന്നത് അല്ലേ? എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഡെഡിക്കേറ്റഡ് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അത് ഗോരഖ്പൂരിലാണ് വരുന്നത്. എവിടെയാണ് പറയുന്ന രീതിയിൽ ഗോരഖ്പൂരിലാണ് എന്ത് ചെയ്യുന്നത് അത് വരുന്നത് എന്നുള്ളതാണ്. ഗോരഖ്പൂരിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി അടുത്തതിലേക്ക് പോകാം. നമ്മൾ പറയുന്ന ഒരു ആഗോള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ പേര് ഹങ്കർ ഹോട്ട്സ്പോട്ട്സ് റിപ്പോർട്ട് എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഹങ്കർ ഹോട്ട്സ്പോട്ടുകളുടെ റിപ്പോർട്ടുകൾ സംയുക്തമായി പുറത്തിറക്കുന്ന സംഘടനകൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ഹങ്കർ ഹോട്ട്സ്പോട്ട് റിപ്പോർട്ട് പുറത്തിറക്കുന്ന 2 സംഘടനകളുണ്ട്. അവർ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്ന ആ റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. അതിന്റെ പേരാണ് ഒന്നെന്ന് പറയുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO എന്ന് പറയുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ ഈ WFP എന്ന് പറയുന്ന എന്താണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നാണ് എന്ത് ചെയ്ത് പുറത്തിറക്കുന്നത്. അടുത്തത് അന്താരാഷ്ട്ര നിയമവുമായി ബന്ധപ്പെട്ടാണ്, ഇറ്റ്ലോസുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇറ്റ്ലോസുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. 2026-35 കാലയളവിലേക്ക് ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദി ലോ ഓഫ് ദി സീ ജഡ്ജിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നിയമജ്ഞൻ ആരാണെന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണെന്ന് പറയുന്നത് ഈ പറയുന്ന ബിമലൻ പട്ടേൽ എന്ന് പറയുന്നത് അല്ലെ? ആരാണ്? ബിമലൻ പട്ടേൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ ആരും അതിനകത്ത് വരത്തില്ല കേട്ടോ. ആരാ വരുന്നത്? ഇപ്പൊ രീതിയിൽ ബിമലൻ പട്ടേലാണ് എന്ത് ചെയ്യുന്നത് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇറ്റ്ലോസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആരാണ്? അത് ഈ പറയുന്ന ബിമലൻ പട്ടേലാണ് കേട്ടോ. എന്താണ്? ബിമലൻ പട്ടേലാണ് കേട്ടോ. ഓക്കെ, ഇറ്റ്ലോസിന്റെ ഫുൾ ഫോം ആണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദി ലോസ് ഓഫ് ദി സീ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ഇറ്റ്ലോസ് എന്ന് പറയുന്നത്. അടുത്ത ദേശീയ സുരക്ഷയെ ബന്ധപ്പെട്ട് ഇപ്പൊ ബ്രിക്സിന്റെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാക്കളുടെ യോഗത്തില് ഇന്ത്യയിൽ നിന്നും നേതൃത്വം നൽകിയത് ആരാണെന്നുള്ളതായിരുന്നു. ഇന്ത്യയുടെ ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് പറയുന്നത് ആരാണത്? അത് അജിത് ഡോവൽ ആണെന്ന് പറയുന്നത് അല്ലെ? അജിത് ഡോവൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ട് വരത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അജിത് ഡോവൽ ആണ് എന്ത് ചെയ്യുന്ന ഉത്തരമായിട്ട് വരിക. അടുത്ത നമുക്ക് നോക്കാം. അടുത്തതാണ് കുറ്റകൃത്യ നിരീക്ഷണം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സൈബർ സെക്യൂരിറ്റി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. സുരക്ഷാ ഏജൻസികൾക്കായിട്ട് കേന്ദ്ര കുറ്റകൃത്യ റെക്കോർഡ്സ് ബ്യൂറോ NCRB ഡാറ്റ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പുറത്തിറക്കിയ
പുതിയ എന്താണ് സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പേരാണ് ഈ പറയുന്ന രീതിയിൽ അഭിജ്ഞാൻ ആപ്പ് എന്ന് പറയുന്നത്. എന്താണ് അഭിജ്ഞാൻ ആപ്പ്? അഭിജ്ഞാൻ ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? NCRBയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുമായിട്ട് എന്തിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതായത് ഈ പറഞ്ഞ രീതിയിലെ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടും കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുക? ഈ അഭിജ്ഞാൻ എന്ന് പറയുന്ന ആപ്പ് എന്ത് ചെയ്യുക? കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെന്ത് നോട്ട് ചെയ്ത് വെക്കുക. അഭിജ്ഞാൻ ആപ്പ് എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പറയുന്നത് NCRB ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? NCRB എന്ത് കൊണ്ടുവന്നത്? അഭിജ്ഞാൻ ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതിലേക്ക് വരാം. പ്രതിരോധവുമായി ബന്ധപ്പെട്ടാണ്, ഇന്ത്യൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ടാണ്, ഇന്ത്യൻ ഡിഫൻസുമായി ബന്ധപ്പെട്ടാണ് അടുത്ത മേഖലയുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സമുദ്രക്കടത്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത 3 തദ്ദേശീയ യുദ്ധക്കപ്പലുകൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഇന്ത്യൻ നേവിക്ക് ഈ പറയുന്ന രീതിയിൽ നിർമ്മിച്ചിട്ട് കൈമാറിയിട്ടുണ്ടായിരുന്ന 3 കപ്പലുകളാണ്. ഇത് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ നേവിക്ക് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട 3 പേരുകൾ ഓർത്തിരിക്കുക. INS ദുനഗിരിയ, INS സൻശോധക്, INS അഗ്രേ എന്നുള്ളതാണ്. എന്താണ്? INS ദുനഗിരിയ, INS സൻശോധക്, INS അഗ്രേ എന്നുള്ളതാണ് 3 കപ്പലുകളുടെ പേര്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇന്ത്യ പ്രധാനമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് ക്രിക്കറ്റ് റെക്കോർഡ് ബന്ധപ്പെട്ടാണ്. ക്രിക്കറ്റിന്റെ റെക്കോർഡുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്ന താരം ആരാണെന്നുള്ളതാണ്. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്ന, ഹാഫ് സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്ന താരം ആരാണെന്നുള്ളതാണ്. രാജസ്ഥാൻ റോയൽസിനൊക്കെ വേണ്ടിയിട്ട് കളിക്കുന്ന, ഈ അടുത്തിടെ നടന്നിട്ടുണ്ടായിരുന്ന IPL അല്ലെ, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഓറഞ്ച് ക്യാപ്പ് ഒക്കെ എന്ത് ചെയ്യുന്നത് നേടിയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് വൈഭവ് സൂര്യവംശി എന്നുള്ളതാണ്. ചെറിയ പയ്യനാണ് അല്ലെ. എന്താണ്? വൈഭവ് സൂര്യവംശി എന്നുള്ളതാണ്. അടുത്തത് വനിതാ ഹോക്കിയുമായി ബന്ധപ്പെട്ടാണ്, FIHുമായി ബന്ധപ്പെട്ടാണ്, FIH നേഷൻസ് കപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. FIH നേഷൻസ് കപ്പ് 2025-26 FIH വനിതാ ഹോക്കി നേഷൻസ് കപ്പിലെ ജേതാക്കളായിട്ട് FIH പ്രോ ലീഗ് യോഗ്യത നേടിയ രാജ്യം ഏതാണെന്നുള്ളതാണ്. രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ന്യൂസിലൻഡിനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ന്യൂസിലൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ പറയുന്ന ഇന്ത്യ എന്താണ് ഈ പറയുന്ന യോഗ്യത നേടി എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഇന്ത്യ എന്ത് ചെയ്തു? യോഗ്യത നേടി. എന്തിലേക്ക് യോഗ്യത നേടി? നേഷൻസ് കപ്പ് വിജയിച്ചു. അതുകൂടാതെ തന്നെ FIH പ്രോ ലീഗിലേക്ക് എന്ത് ചെയ്തു? യോഗ്യത നേടുന്നതാണ്. FIH എന്ന് പറയുന്ന FIH നേഷൻസ് കപ്പ് വിജയിക്കുകയും FIH പ്രോ ലീഗിലേക്ക് എന്ത് ചെയ്തു? ഇന്ത്യക്ക് ഒരു എൻട്രി ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം അത് ആരെയാണ് ബീറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലൻഡിനെയാണ് എന്ത് ചെയ്യുന്നത്? ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ബഹിരാകാശ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. ഈ പറയുന്ന രീതിയിൽ ഒരു സ്പേസ് എക്സ്പ്ലോറേഷനും അതേപോലെ തന്നെ ഒരു ഡിസബിലിറ്റിയെ ബന്ധപ്പെട്ടാണ് നമ്മുടെ അടുത്ത് ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഈ ബഹിരാകാശ യാത്ര ചെയ്യാൻ യോഗ്യത നേടുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഭിന്നശേഷിക്കാരനായിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാരനായിട്ടുണ്ടായ പാരാലിമ്പ്യ എന്ന് പറയുന്നതായിരിക്കും ശരി. ഈ ബഹിരാകാശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് യോഗ്യത നേടുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ ഭിന്നശേഷിക്കാരനായിട്ടുള്ള പാരാലിമ്പ്യൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കറക്റ്റായിട്ട് 6 പേര് പറയാൻ വേണ്ടി പറ്റും. ജോൺ മാക്ഫോളിന്റെ കാര്യം പറയാൻ വേണ്ടി പറ്റും. 6 പേര് പറയാൻ വേണ്ടി പറ്റും. ജോൺ മാക്ഫോളിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ജോൺ മാക്ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നു. പിൽക്കാലം അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു കളയേണ്ടതായിട്ട് വന്നു. അദ്ദേഹം അവിടെയും തളർന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യൻ സ്പേസ് എക്സ്പ്ലോറേഷൻസിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോവുകയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് സ്പേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വ്യക്തിയും കൂടിയാണെന്നുള്ളതാണ്. അദ്ദേഹം ഒരു പാരാലിമ്പ്യൻ കൂടിയാണെന്നുള്ളതാണ്. അടുത്ത് നോക്കാം. ഗോൾ കപ്പ് റെക്കോർഡുമായി ബന്ധപ്പെട്ടാണ്, ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ചോദ്യം. 6 വ്യത്യസ്ത ഫുട്ബോൾ ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം. നമ്മൾ ആദ്യം പഠിച്ചെന്താണ്? 6 അടുപ്പിച്ചുള്ള ഈ പറയുന്ന ഫുട്ബോൾ കപ്പുകളുടെ ഭാഗമായിട്ട് ഈ പറയുന്ന ഫുട്ബോൾ ടൂർണമെന്റ്സിന്റെ ഫിഫയുടെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്? പങ്കെടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ലയണൽ മെസ്സി എന്ന് പറയുന്നത്. എന്നാൽ 6 വ്യത്യസ്ത ഫുട്ബോൾ ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നുള്ളതാണ്. ഓക്കെ അല്ലേ? പോർച്ചുഗീസ് കളിക്കാരനാണ്, പോർച്ചുഗലിന്റെ കളിക്കാരനാണ് അദ്ദേഹം. വാട്സാപ്പ് നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതായത് വാട്സാപ്പിൽ പുതിയൊരു നിയമനം വരുന്നു. അതായത് ക്രെഡിന്റെ ഒക്കെ സ്ഥാപകനായിട്ടുണ്ടായിരുന്നു. ക്രെഡ് എന്ന് പറയുന്ന ഒരു ക്രെഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപകനായിട്ടുണ്ടായിരുന്ന കുനാൽ ഷാ എന്താണ് ഇപ്പൊ രീതിയിൽ വാട്സാപ്പിന്റെ തന്നെ ഗ്ലോബൽ മേധാവിയായിട്ട് എന്ത് ചെയ്തു? നിയമിതനായി എന്നുള്ളതാണ്. വാട്സാപ്പിന്റെ ഗ്ലോബൽ മേധാവിയായിട്ട് കുനാൽ ഷാ എന്ത് ചെയ്തു? നിയമിതനാകുന്നു. അദ്ദേഹം ഈ പറയുന്ന ക്രെഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ എന്തായിരുന്നു? അദ്ദേഹം സ്ഥാപകനായിരുന്നു. ആരെന്ന് പറയുന്നത്? കുനാൽ ഷാ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ പറഞ്ഞ രീതിയിൽ വോളിബോൾ കോച്ചുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ വോളിബോൾ ടീമിന് ഒരു കോച്ചിനെ കിട്ടുന്നു. അതായത് അണ്ടർ 18 വോളിബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനാകുന്ന മുൻ ഇന്ത്യൻ താരം ആരാണെന്നുള്ളതാണ്.
അപ്പം ഈ പറയുന്ന രീതിയിൽ അണ്ടർ 18 വോളിബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ട് മാറുന്ന താരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരാണ് ടോം ജോസഫ് എന്ന് പറയുന്നത്. അദ്ദേഹം 2014 അദ്ദേഹത്തിന് അർജുന അവാർഡൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അർജുന അവാർഡ് ലഭിക്കുന്ന വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത്, ടോം ജോസഫ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, ഗോത്രവർഗ വികസനവുമായി ബന്ധപ്പെട്ടാണ്, കുടുംബശ്രീ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗോത്ര വിഭാഗത്തിലെ സ്ത്രീകൾക്ക് തദ്ദേശീയമായ അറിവുകൾ ഉപയോഗിച്ച് സുസ്ഥിരമായ സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പാക്കാൻ ലക്ഷ്യത്തോടു കൂടി തന്നെ കുടുംബശ്രീ മിഷൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്നുള്ളതാണ്. അപ്പോൾ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഇപ്പോൾ കുടുംബശ്രീ മിഷനാണ്. ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളെയൊക്കെ എന്ത് ചെയ്യുക, സഹായിക്കുക, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ആശയത്തിന് പുറത്താണ് കൊണ്ടുവരുന്നത്. അതിന്റെ പേരാണ് ട്രൈബലുമായി ബന്ധപ്പെട്ട ട്രൈബൽ എന്ന് വിളിച്ചിട്ട് ഓർത്തിരുന്നാൽ മതി. ട്രൈ ബാൻഡ് എന്നാണ്, ട്രൈബലുമായി ബന്ധപ്പെട്ട ട്രൈ ബാൻഡ്. അതായത് ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ട്രൈ ബാൻഡ് എന്ന് പറയുന്നത് ട്രൈ ഫോർ ട്രൈബൽ എന്ന് ആലോചിച്ചാൽ മതി. ഇതാണ് ട്രൈ ഫോർ ട്രൈബൽ എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേ? അടുത്തത് വ്യവസായ ഊർജ്ജവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ ആദ്യത്തെ വാണിജ്യ സ്കെയിലിൽ കൽക്കരി അമോണിയം നൈട്രേറ്റ് പദ്ധതി വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. കൽക്കരിയൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ഒഡീഷ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഒഡീഷയിലെ ജാസുഗഡയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ വാണിജ്യ സ്കെയിലിൽ ഒരു കൽക്കരി അമോണിയം നൈട്രേറ്റ് പദ്ധതി എന്ത് ചെയ്യുന്നത് വരുന്നത്, കൽക്കരി അമോണിയം നൈട്രേറ്റ് പദ്ധതി എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. അടുത്തത് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യയിലെ ധാർമ്മികമായ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പ്രധാനമായിട്ട് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മറ്റൊന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനമാണ് നമ്മളെന്ന് പറയുന്നത് ഇപ്പോൾ ദലാൽ സ്ട്രീറ്റ് മുംബൈ എന്ന് പറയുന്നത്, അല്ലെ, ദലാൽ സ്ട്രീറ്റ് മുംബൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന BSCയുടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ പ്രേംചന്ദ് റോഹിത് എന്ന് പറയുന്ന വ്യക്തിയാണ് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ബോംബെയിൽ തുടങ്ങുന്നത്. അപ്പോൾ ഈ BSCID പുറത്തിറക്കിയ രാജ്യത്ത് തന്നെ ആദ്യത്തെ സ്വാത്തിക് ഇൻഡെക്സ് ഏതാണെന്നുള്ളതാണ്. ആ സ്വാത്തിക് ഇൻഡെക്സിന്റെ പേരാണ് എന്ത്, ആ BSCയോട് ചേർത്ത് എഴുതിയാൽ മതി. അതായത് ഈ പറയുന്ന BSC സ്വാത്തിക് 100 എന്ന് പറയുന്നത്, അല്ലെ, BSC സ്വാത്തിക് 100 എന്ന് പറയുന്നത്. അടുത്തത് സുസ്ഥിര പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻവയോൺമെന്റിൽ പ്രധാനപ്പെട്ട ഡേ ഏതെല്ലാമാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ലോകത്തെ തന്നെ ലോക ഡീകാർബണൈസേഷൻ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത് എന്നാണെന്നുള്ളതാണ്. ലോക ഡീകാർബണൈസേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ഇങ്ങനെയാണ്, വേൾഡ് ഡീകാർബണൈസേഷൻ ഡേ എന്ന് പറയുന്നത് എന്നാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വേൾഡ് ഡീകാർബണൈസേഷൻ ഡേ എന്ന് പറയുന്നത് ജൂൺ 25 പറയുന്നത് വേൾഡ് ഡീകാർബണൈസേഷൻ ഡേ എന്ന് പറയുന്നത്. അടുത്തത് ഊർജ്ജവുമായി ബന്ധപ്പെട്ടാണ്, KSEBിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. രാത്രിയിലും സൗരോർജ്ജം ഉപയോഗിക്കാനായിട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് വ്യാപകമാക്കാൻ KSEB നിർദ്ദേശം നൽകിയ സ്ഥാപനം ഏതാണെന്നുള്ളതാണ്. അതായത് കൂടുതൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് KSEBക്ക് അടുത്തിടെ നിർദ്ദേശം നൽകിയ സ്ഥാപനം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ KSEBക്ക് നിർദ്ദേശം നൽകണമെങ്കിൽ എന്തിരിക്കണം, ആ സ്ഥാപനം KSEBിയുമായി ബന്ധപ്പെട്ട സ്ഥാപനമായിരിക്കണം. അപ്പോൾ അതിന്റെ പേരാണ് സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ് സംസ്ഥാന ഈ പറയുന്ന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്നുള്ളതാണ്. അവരുടെ ഭാഗമായിട്ട് അവർ ഈ പറയുന്ന രീതിയിൽ ബ്രഹ്മപുരത്ത് എന്താണ് പുതിയ ഈ പറയുന്ന രീതിയിൽ BESS സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന കാസർഗോഡ് മൈലാട്ടിയിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് എന്ത് വരുന്നത്, ഒരു BESS സംവിധാനം എന്ത് ചെയ്യുന്നത് കേരളത്തിൽ വരുന്നത് എന്നുള്ളതാണ്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സംവിധാനം എന്ത് ചെയ്യുന്നത് വരുന്നത്. അടുത്തത് ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്പറേഷൻ തൂഫാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരള സർക്കാരിന്റെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ, അതായിട്ടുള്ള ഇപ്പോൾ വാരിയർ അല്ലെങ്കിൽ യോദ്ധാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട, സ്വയം പ്രവർത്തിക്കാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ടായിരുന്ന പ്രമുഖ നടൻ ആരാണെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആരായിരിക്കാം അത്, ലാലേട്ടനാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മോഹൻലാലാണെന്നുള്ളതാണ്. അല്ലെ, ആരാണത്, മോഹൻലാലാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഈ പറയുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടൊരു വാരിയർ അല്ലെങ്കിൽ യോദ്ധാവ് എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്ന നടനാണ് ആരെന്ന് പറയുന്നത്, മോഹൻലാൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ വൂൾഫ് പ്രൈസുമായി ബന്ധപ്പെട്ടാണ്. വൂൾഫ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭൗതിക ശാസ്ത്ര രംഗത്ത് നൽകുന്ന ഏറ്റവും വലിയൊരു അവാർഡ് കൂടിയാണ് ഈ പറയുന്ന വൂൾഫ് പ്രൈസ് എന്ന് പറയുന്നത്. വൂൾഫ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നൊബേൽ പ്രൈസിലേക്ക് കിട്ടാനുള്ള സാധ്യത വളരെ ഏറെയാണെന്നുള്ളതാണ്. കാരണം വൂൾഫ് പ്രൈസ് കിട്ടിയവർക്കാണ് തന്നെയാണ് എന്ത് പൊതുവെ ഈ നൊബേൽ പ്രൈസ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഈ വൂൾഫ് പ്രൈസിന് അർഹനായിട്ടുണ്ടായിരുന്ന ആദ്യ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് ജൈനേന്ദ്ര ജെയിൻ എന്നുള്ളതാണ്. ഈ പറയുന്ന ക്വാണ്ടം സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വൂൾഫ് പ്രൈസ് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. അദ്ദേഹം രാജസ്ഥാൻകാരനാണെന്നുള്ള കാര്യം കൂടെ എന്ത് ഓർത്തിരിക്കുക. IIT എന്നൊക്കെ പഠിച്ചിറങ്ങി കേട്ടോ.
ഐക്യരാഷ്ട്ര നിയമനവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾക്കായിട്ടുള്ള ഐക്യരാഷ്ട്രസഭ കമ്മിറ്റിയിലേക്ക് നിയമിതനായ ഇന്ത്യൻ പ്രതിനിധി ആരാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേരാണ് പ്രീതി സരൺ എന്ന് പറയുന്നത്. ആരാണത്? പ്രീതി സരനാണ് ഈ പറയുന്ന UN ഈ പറയുന്ന രീതിയിൽ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾക്കായിട്ടുള്ള ഐക്യരാഷ്ട്രസഭ കമ്മിറ്റിയിലേക്ക് നിയമിതയായ ഇന്ത്യൻ പ്രതിനിധി ആരാണത്? പ്രീതി സരനാണ്. അടുത്തത് ലിറ്റററി അവാർഡുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സമഗ്ര സംഭാവനയ്ക്കുള്ള സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് ആരാണ്? ഡോക്ടർ SK വസന്തനാണ്. അപ്പൊ അദ്ദേഹത്തിന് കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരത്തിന് എന്ത് ചെയ്തു? അർഹനായി. അദ്ദേഹം ഈ 2023 ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു പുരസ്കാരമായിട്ടുണ്ടായിരുന്ന എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെ, ഈ പറയുന്ന രീതിയിൽ എഴുത്തച്ഛൻ അല്ലെ പറയുന്ന രീതിയിൽ എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നാണ് പുരസ്കാരത്തിന് എന്താണ് അർഹനായിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് അല്ലെ. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായ വ്യക്തിയാണ്. അടുത്തത് നയതന്ത്രവുമായി ബന്ധപ്പെട്ടാണ്. സൗദി അറേബ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്ന IFS ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളതാണ്. IFS ഉദ്യോഗസ്ഥന്റെ പേരെന്ന് പറയുന്നത് വിപുൽ എന്നുള്ളതാണ്. ഡോക്ടർ വിപുൽ IFS എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. ഡോക്ടർ വിപുൽ IFS എന്താക്കി മാറി? ഈ പറയുന്ന ഇതിൽ സൗദി അറേബ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? സൗദി അറേബ്യയിൽ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? ഈ പറയുന്ന വിപുലാണ്. സൗദി അറേബ്യ എന്ന് പറയുന്നത് വളരെ വിപുലമായ രാജ്യമാണെന്ന് ആലോചിച്ചാൽ മതി. സൗദി അറേബ്യ എന്താണ്? വളരെ വിപുലമായ രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ അംബാസിഡർ വിപുല്. ആറ് അംബാസിഡർ? ഇന്ത്യയുടെ അംബാസിഡർ ആണ് ആരെന്ന് പറയുന്നത്? വിപുൽ എന്ന് പറയുന്നത്. അടുത്തത് വന്യജീവി സംരക്ഷണ ബന്ധപ്പെട്ടാണ് ചോദ്യം എന്ന് പറയുന്നത്. ലഡാക്കിലെ ഹിമപ്പുലികളുടെ സംരക്ഷണത്തെ ബന്ധപ്പെട്ട് ഒരു മലയോര പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനായിട്ട് പുതുതായി രൂപീകരിച്ച സംഘടന, സ്നോ ലെപ്പേർഡ്സിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ലഡാക്കിൽ ആരംഭിച്ച സംഘടനയുടെ പേരാണ് ഷാൻ എന്ന് പറയുന്നത്. ഷാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് സ്നോ ലെപ്പേർഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഇൻ നേച്ചർ എന്നുള്ളതാണെന്ന് പറയുന്നത്. ഈ പറയുന്നത് ഷാൻ എന്ന് പറയുന്നത് എന്താണ്? സ്നോ ലെപ്പേർഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് നേച്ചർ എന്നുള്ളതാണ് ഷാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറയുന്നത് ഇന്ത്യ അംഗമായിട്ടുണ്ടായിരുന്ന ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള IBCA ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിലെ പ്രധാനപ്പെട്ട സംരക്ഷിച്ചു പോരുന്ന 7ഓളം വരുന്ന മാർജാര കുടുംബങ്ങളിൽ പെടുന്ന ഈ പറയുന്ന ക്യാറ്റ്സിനകത്ത് പെടുന്ന ഒന്നും കൂടിയാണെന്ന് പറയുന്നത് സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിമപ്പുലി എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ലഡാക്കിലും അരുണാചൽ ആ ഭാഗങ്ങളിൽ തന്നെയാണ് കാണപ്പെടുന്നത്. മലയോര മേഖല, മലയോരം എന്ന് പറയുന്നത് മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കാണപ്പെടുന്നത്. ഇനി അത് ജോഗ്രഫിയിൽ ഇൻഡിക്കേഷൻ ടാഗുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഈ അടുത്തിടെ GI ടാഗ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ത്രിപുരയിലെ ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത തന്ത്രിവാദ്യം ഏതാണെന്നുള്ളത് അതിന്റെ പേരാണ് ത്രിപുര സരിന്ത എന്ന് പറയുന്നതാണ്. ത്രിപുര സരിന്ത എന്നുള്ളതാണ് അതിനറിയപ്പെടുന്നത്. ത്രിപുര സരിന്ത. അടുത്തത് കേരള ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനാകുന്നത് ആരാണെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന ആളെ എന്ത് ചെയ്യത്തുള്ളൂ? ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. വിശ്വനാഥ് സിൻഹ എന്താണ്? B എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ വിശ്വനാഥ് എന്ന് വായിച്ചാൽ മതി. പക്ഷെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും? പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വിശ്വനാഥ ശർമ്മ എന്ന് പഠിക്കേണ്ട, വിശ്വനാഥൻ സിൻഹ എന്ന് പഠിച്ചാൽ മതി. എന്നാൽ വിശ്വനാഥ സിൻഹ എന്ന് പഠിച്ചാൽ മതി. വിശ്വനാഥ് സിൻഹയാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിന്റെ പുതിയ 51ാമത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ ജയ്തിലകൊക്കെ അല്ലെ, തൊട്ടുമുമ്പുണ്ടായിരുന്ന ജയ്തിലക് എന്താണ്? അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ജയ്തിലക് മാറിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന രീതിയിൽ വിശ്വനാഥ് സിൻഹ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പൊസിഷനിലേക്ക്, അതായത് 51ാമത് ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എന്ത് ചെയ്യുന്നു? അദ്ദേഹം എത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്തത് അത്ലറ്റിക്സ് അവാർഡുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ലഭിക്കുന്നത് ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷയ്ക്കും അതേപോലെ തന്നെ അഞ്ജു ബേബി ജോർജിനുമാണ് അല്ലേ. ആർക്കാണ്? ഇപ്പോൾ PT ഉഷയ്ക്കും അതേപോലെ തന്നെ അഞ്ജു ബേബി ജോർജിനുമാണ് എന്ത് ചെയ്യുന്നത്? ഈ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന പ്രഥമ പുരസ്കാരം, സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ പുരസ്കാരം ആരാ ഏർപ്പെടുത്തിയത്? അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുള്ള അവാർഡിന്റെ പേരാണ് എന്ന് പറയുന്നത് സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ പുരസ്കാരം നേടുന്നത് ആരാണ്? PT ഉഷയും അതേപോലെ തന്നെ അഞ്ജു ബേബി ജോർജുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് ഈ പറയുന്ന അഞ്ജു ബേബി ജോർജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? PT ഉഷ എന്ന് പറയുന്നത്. അല്ലെ, ആരാണ്? PT ഉഷ എന്ന് പറയുന്നത്. അടുത്തത് ശാസ്ത്ര സാങ്കേതിക ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ 2026 ജൂണിലെ ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം അമേരിക്കയുടെ എൽക്യാപ്റ്റിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ പദവി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ചൈനീസ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്നുള്ളതാണ് അല്ലേ.
അപ്പം ഈ പറയുന്ന എൽ ക്യാപ്റ്റിനെ പിന്തള്ളിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ചൈനീസ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്ന് പറയുന്നത്, അതിനൊരു ഓറ ഉണ്ടെന്ന് ആലോചിക്കുക, അതിന് ഷൈൻ ഉണ്ടെന്ന് ആലോചിക്കുക, അതായത് അത് മിന്നിത്തിളങ്ങുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അതിന്റെ പേരാണ് ലൈൻ ഷൈൻ എന്ന് പറയുന്നത്. എന്താണ് ലൈൻ ഷൈൻ എന്ന് പറയുന്നത്? ചൈനയുടെ എന്താണ് ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. എന്താണ് ചൈനയുടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ലൈൻ ഷൈൻ എന്ന് പറയുന്നത്. എന്താണ് ലൈൻ ഷൈൻ എന്ന് പറയുന്നത്? അപ്പൊ ലൈൻ ഷൈൻ ആരുടെ സൂപ്പർ കമ്പ്യൂട്ടറാണ്? ചൈനയുടെ സൂപ്പർ കമ്പ്യൂട്ടറാണ്. ആരെയാണ് മറികടന്നത്? അമേരിക്കയുടെ എൽ ക്യാപ്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? മറികടന്നിട്ടുണ്ടായിരുന്നത്. അമേരിക്കയുടെ എൽ ക്യാപ്റ്റിനെയാണ് മറികടന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഈ പറയുന്ന രീതിയിൽ കാൽക്കുലേഷൻസിനും വെതറിനും മറ്റും ഈ പറയുന്ന സങ്കീർണമായിട്ടുണ്ടായിരുന്ന എന്താണ് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനു ഉപയോഗിക്കുന്നത്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ബഹിരാകാശ ഗവേഷണ ബന്ധപ്പെട്ടാണ് ചോദ്യം. അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഔദ്യോഗികമായിട്ട് യാത്ര ചെയ്യാൻ യോഗ്യത നേടിയിട്ടുണ്ടായിരുന്ന ആദ്യ മലയാളി വംശജൻ ആരാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഈ പറയുന്ന അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ഈ പറയുന്ന ഡോക്ടർ അനിൽ മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് അച്ഛൻ മലയാളിയും അമ്മ യുക്രൈൻകാരിയുമാണ്. പക്ഷേ അദ്ദേഹം നാസയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഇത്തരത്തിലൊരു അവാർഡ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബഹുമതി എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്ന, യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആദ്യ ഒരു മലയാളിയായിട്ട് എന്ത് ചെയ്യുന്നു? മലയാളി വംശജനായിട്ട് മാറും. മലയാളി എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല, മലയാളി വംശജനായിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം മാറുന്നത്. ഇനി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ആദ്യത്തെ സ്വദേശീയ ഹോവർക്രാഫ്റ്റിന്റെ പേരെന്താന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ പേരാണ് H561 എന്ന് പറയുന്നത്. H561 എന്ന് പറയുന്ന ഒരു ഹോവർക്രാഫ്റ്റ് ആണ്. അതായത് ഇങ്ങനെ ഒരു താഴെ ഒരു റബ്ബർ എന്താണ് ഒരു കുഷന്റെ മുകളിലായിട്ട് ഒരു വലിയൊരു എന്താണ് ഷിപ്പിന്റെ മുകളിലെ സംവിധാനം കാണാൻ വേണ്ടി പറ്റും. അതിനെ രണ്ട് ഫാനുകളായിരിക്കും എന്ത് ചെയ്യുന്നത്? തന്നെ പ്രൊപ്പൽ ചെയ്ത് മുന്നോട്ടേ കൊണ്ടുപോകും. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് ഹോവർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഷിപ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല, ഒരു ഹോവർക്രാഫ്റ്റ് ആണത്. ഓക്കെ, അപ്പം അതിന്റെ പേരെന്താണ് ചോദിച്ചിരിക്കുന്നത്? അതിന്റെ പേരാണ് H561 എന്ന് പറയുന്നത്. ഗോവയിലാണ് എന്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ തന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അച്ചൽ എന്ന് പറയുന്ന ഒരു ഷിപ്പ്, ഈ പറയുന്ന ICGS അച്ചൽ എന്ന് പറയുന്ന ഷിപ്പ് കോസ്റ്റ് ഗാർഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ICGS സമുദ്രപ്രതാപ് എന്ന് പറയുന്ന ഷിപ്പ് എന്ത് ചെയ്തിരുന്നു? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് അടുത്തിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ ബന്ധപ്പെട്ടാണ് ചോദ്യം. ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പേര് മാറ്റി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ പേരെന്ന് പറയുന്നത് ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നുള്ളതാണ്. എന്താണ്? ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നുള്ളതാണ് അതിന്റെ പേര്. അപ്പൊ ഇനി ഓർക്കുക, ഇനി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ള പേരില്ല. ഇനി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നുള്ള പേരിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അറിയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ പറയുന്ന തുർക്കി എന്നുള്ള പേരിലേക്ക് മാറ്റിയും ഷെക്കി എന്നുള്ള പേരിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഇന്ത്യ എന്ത് പേരിലേക്ക് മാറ്റി? ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ള പേര് മാറ്റിയിട്ട് ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നുള്ള പേരിലേക്ക് എന്ത് ചെയ്തു? മാറ്റി എന്നുള്ളതാണ് അല്ലെ. അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ബർത്ത് ചെയ്യപ്പെട്ട 1000ാമത്തെ കപ്പൽ ഏതാണെന്നുള്ളത്. 1000ാമത്തെ കപ്പൽ ഏതാണെന്നുള്ളതാണ്. ആദ്യത്തെ കപ്പലല്ല, രണ്ടാമത്തെ കപ്പലല്ല, 100ാമത്തെ കപ്പലല്ല, 1000ാമത്തെ കപ്പൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പേരാണ് MSC ലൂസിയാന എന്ന് പറയുന്നത്. എന്താണ്? MSC ലൂസിയാന എന്ന് പറയുന്ന കപ്പൽ. ആദ്യമായിട്ട് എത്തുന്ന കപ്പൽ എന്ന് പറയുന്ന ഒരു ചൈനീസ് കപ്പലാണ്. അതിന്റെ പേരാണ് ഷെൻഹുവാൻ എന്നുള്ളതായിരുന്നു അതിന്റെ പേര്. ഷെൻഹുവാൻ 51 എന്ന് മറ്റോ ആയിരുന്നു അതിന്റെ പേര്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കണേ. ഇതാണ് ഈ പറയുന്ന രീതിയിൽ ഷെൻഹുവാൻ 51 എന്നുള്ളതായിരുന്നു ആദ്യമായിട്ട് ഡോക്ക് ചെയ്യപ്പെടുന്ന കപ്പലിന്റെ പേരെന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട വലിയ ലാർജ് കണ്ടെയ്നർ ഷിപ്പാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഡോക്ക് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു ലാർജ് കണ്ടെയ്നർ ഷിപ്പാണ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞത് സെന്റ് ഫെർണാണ്ടോ എന്ന് പറയുന്നത്. എന്താണ്? സെന്റ് ഫെർണാണ്ടോ എന്ന് പറയുന്നത്. ഫെർണാണ്ടോ. അപ്പൊ ആദ്യമായി ഡോക്ക് ചെയ്യപ്പെടുന്ന കപ്പൽ ഷെൻഹുവാനും ആദ്യമായി ഡോക്ക് ചെയ്യപ്പെടുന്ന വലിയൊരു കണ്ടെയ്നർ ഷിപ്പ് എന്ന് പറയുന്നത് സെന്റ് ഫെർണാണ്ടോയാണെന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഒരു ചോദ്യം കൂടെ നോക്കാം. ചോദ്യം എന്താണ്? അന്താരാഷ്ട്ര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് G7 സബ്മിറ്റുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഈ G7 ഉച്ചകോടിയിൽ, അതായത് ഇപ്പോൾ ഫ്രാൻസിലെ എവിയാനിൽ വെച്ച് നടന്ന 52ാമത് G7 ഉച്ചകോടിയിൽ 8ാം സ്വാധീന ശക്തിയായിട്ട് ഉയർന്നു വരുന്ന രാജ്യം. G7 എന്ന് പറഞ്ഞ 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് 1975 സ്ഥാപിതമാകുന്നത്. ഇപ്പം രീതിയിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ ഈ പറയുന്ന ജപ്പാന്, അതേപോലെ തന്നെ ഇപ്പം രീതിയിൽ USA, അതേപോലെ തന്നെ ഇപ്പം ഇറ്റലി അല്ലേ, അതേപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ കാനഡ, അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ UK എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ എന്താണ് ജർമ്മനി, ഫ്രാൻസ് എന്നീ പറഞ്ഞ രാജ്യങ്ങൾ അടങ്ങുന്നതാണ് G7 എന്ന് പറഞ്ഞ 7 രാജ്യങ്ങളുടെ കൂട്ടായ്മ. അപ്പോൾ അതിലേക്ക് എല്ലാ വർഷവും ആരെയെ ക്ഷണിക്കാറുണ്ട്? ഇന്ത്യയെ ക്ഷണിക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 8ാമത്തെ ശക്തിയായിട്ട് മാറുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാലം എന്ത് പഠിച്ചു വെക്കുക. അത് കൂടാതെ തന്നെ ഇനി വരാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്ന പോലീസ് ഡ്രൈവർ തസ്തികയിലേക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ACB അക്കാഡമിയിൽ നമ്മൾ പോലീസ് ഡ്രൈവറിനൊക്കെ വേണ്ടി ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠനം ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് എങ്ങനെയാണ് കോഴ്സ് ജോയിൻ ചെയ്യേണ്ടത്, കോഴ്സ് പ്രത്യേകത എന്തെല്ലാം അറിയാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ആ താഴെ കാണുന്ന നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുന്നു കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മൾ എല്ലാ ദിവസവും ഈ പറയുന്ന രീതിയിൽ 10 മണിക്ക് കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിലൂടെ ലൈവ് പോകുന്നതായിരിക്കും. അപ്പോൾ അതും എന്ത് ഒന്ന് കയറി കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കമായിരിക്കും നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സിൽ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് എല്ലാ ദിവസവും ഫോളോ ചെയ്ത് പോകുന്ന ഉദ്യോഗത്തെ സംബന്ധിച്ച് ഒരു റിവിഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെഷൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി കറണ്ട് അഫയേഴ്സും ഫോളോ ചെയ്യുക, വീക്കിലി കറണ്ട് അഫയേഴ്സ് റിവിഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. വീക്കിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ MCQ തരത്തിലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ചോദ്യങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കാര്യം പറഞ്ഞ് പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ പറയുന്ന നോട്ടുകൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെയാണ് കുറച്ചും കൂടെ ലളിതമായിട്ട് എന്ത് ചെയ്യും നമ്മൾ ഈ സെഷനിൽ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ആ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നോട്ടുകളൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് മറ്റു കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.